റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സിദ്ദീഖ് പെരുമ്പാവൂർ. ഇപ്പോൾ ഫാം ഇൻസ്പെക്ഷനോടനുബന്ധിച്ച് മിഗ്ദാൽ സാറും ജാൻസി മാഡവും നൗഫൽ ഭായ്, സുരേഷ് ഭായ് എല്ലാവരും എൻ്റെ ഫാം സന്ദർശിക്കാനായിട്ട് ഇപ്പോൾ വന്നേക്കാണ്. പിന്നെ എൻ്റെ ഈ ഫാം തുടങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളം ആവുന്നു. തുടക്കത്തിൽ എൻ്റെ ഫാമിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ തുടക്കത്തിൽ ഒരുപാട് മരണപ്പെട്ടു. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡായ പിന്നെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ അറിവുകൾ ലഭിച്ചതും അങ്ങനെ ഞാൻ കൂടുതലായിട്ട് പഠിച്ചു ചെയ്തത്. പിന്നീട് എനിക്ക് കുട്ടികളൊന്നും അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. 1 യൂണിറ്റ് മുതൽ മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഷെഡിലേക്ക് കുറച്ച് എയർ പാസിങ്ങിൻ്റെ കുറവുണ്ടായിരുന്നു. ഭിത്തിയൊക്കെ ഒത്തിരി പൊക്കത്തിലായിരുന്നു. അതൊക്കെ കുറച്ച് താത്തി ഇപ്പോൾ കുറച്ച് എയർ പാസിങ് ശരിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആയിട്ട് കാണുന്നില്ല. പിന്നെ ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ്. പിന്നെ ഇതൊരു സൈഡ് വരുമാനമായിട്ട് ഇങ്ങനെ തുടങ്ങിയേക്കുന്നതാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ പ്രധാനപ്പെട്ട ഉണ്ടായിരുന്ന മുയൽക്കുട്ടികളൊക്കെ ഏകദേശമൊക്കെ ഒരു അറിവ് വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഗ്രൂപ്പാണ് എനിക്കിപ്പോൾ ഇത്രയും വിജയം കൊണ്ടു തന്നത്. കാരണം അതിനു മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ മിഗ്ദാൽ സാറിൻ്റെ ബുക്ക് നോക്കിയിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. ഗ്രൂപ്പ് വന്നപ്പോൾ പിന്നെ ഇപ്പോൾ ഓരോ രോഗം വന്നാൽ തന്നെ പെട്ടെന്ന് ഞാൻ സംശയം ചോദിക്കുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടി പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഏകദേശം ആ രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ എന്ന ദൗത്യവുമായിട്ട് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് പെരുമ്പാവൂരുള്ള മിസ്റ്റർ സിദ്ദീഖിൻ്റെ ഫാമിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ഫാം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇവിടെ EM സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ സിദ്ദീഖ് ഭായി ഇപ്പോൾ നമ്മളോട് പറഞ്ഞു അദ്ദേഹം ബേസിക്കായിട്ട് അദ്ദേഹം ഒരു ടൈലറാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു സൈഡായിട്ട് മുമ്പിലേക്ക് ഒരു വരുമാനം എന്ന നിലക്കാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു മുയൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1 യൂണിറ്റ് മുയലാണ് ഇദ്ദേഹം ആശാനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അതിലുണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ അങ്ങനെ ചാവുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് സെൻഡ് ചെയ്തിരുന്നായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ മൂപ്പർക്ക് അന്ന് ഗ്രൂപ്പ് കൂടി തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം അതേ രീതിയിൽ അദ്ദേഹം ഈ ഫാമിൽ അത് നടപ്പിലാക്കി ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ പ്രത്യേകം ഇപ്പോൾ പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന് മറ്റുള്ള ഒരു വരുമാനങ്ങളൊന്നുമില്ല. അതായത് അമേരിക്കയിൽ നിന്ന് കാശ് വരാനോ അല്ലെങ്കിൽ ദുബായിൽ നിന്ന് കാശ് വരാനുള്ള വരുമാനങ്ങളൊന്നുമില്ല. ഇവിടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ഇതിൽ നിന്നൊരു സൈഡ് വരുമാനം കിട്ടി എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഇത് യൂണിറ്റുകൾ കൂട്ടാനുള്ള നല്ലൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷെഡിൻ്റെ രീതികൾ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുള്ള മാക്സിമം ഇതിൻ്റെ സ്ഥലം വിപുലീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ഉൾക്കൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നിലഭാഗം EM സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. വളരെ വൃത്തിയായിട്ടാണ് അദ്ദേഹം ഫാം കൊണ്ടു നടക്കുന്നത്. പിന്നെ തീറ്റക്രമങ്ങളും പുല്ലൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ വലിയ ചൂടൊന്നുമില്ല. കാരണം മോൾ ഭാഗം ഇതിന് ഓലയും പിന്നെ അതുപോലെ ഈ ഗ്രീൻ നെറ്റൊക്കെ കൊടുത്തുകൊണ്ട് ചൂട് വളരെ കുറവാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതുപോലെ ഇത്രയും ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇപ്പം ഇങ്ങനെ ഒരു മുയൽ ഫാം ചെയ്യുന്ന ഒരു വ്യക്തികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്ന് ഓടിയിട്ട് ഇവരെ വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ ഇവരെ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്യാമെന്ന് അവർ നമ്മളോട് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാം സ്കൂൾ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി.